മനുഷ്യജീവനുകൾക്കും പ്രകൃതിക്കും ഒരുപോലെ ഗുരുതരമായി ദോഷമായേക്കാവുന്ന ഈ തീപിടുത്തം കരുതിക്കൂട്ടി നടത്തിയതാണ്. മാലിന്യം ശേഖരിക്കുന്നവർ മാഫിയകളായി മാറി നഗരസഭയെയും പോലീസിനെയും ഒക്കെ വിലക്കെടുത്ത് വമ്പൻ തുകയ്ക്ക് മാലിന്യങ്ങൾ മാറ്റിക്കൊടുക്കുന്നു. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ സ്ഥലം വാടകയ്ക്കെടുത്ത് അവിടെ തള്ളുന്നു. സംഭവം ഗുരുതര ആരോഗ്യ പ്രശ്നമായതോടെ നാട്ടുകാർ നഗരസഭയിലും പോലീസിലും പരാതിപ്പെട്ടു. സംഭവം പന്തിയല്ലെന്ന് മനസ്സിലായ വീട്ടുകാരൻ മാലിന്യ മാഫിയയോട് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് നടത്തിയ കടുങ്കൈയാണ് മാലിന്യ കൂമ്പാരത്തിന് തീയിട്ടത്. അംഗൻവാടിയും അമ്പലവും 100-ലേറെ വീടുകളും രോഗികളും വയോധികരും ഉൾപ്പെടുന്ന മനുഷ്യർ താമസിക്കുന്ന പ്രദേശത്താണ് മരുന്നുകളും ഫ്ലെക്സ് ബോർഡുകളും ടയർ അവശിഷ്ടങ്ങളും റബ്ബർ പൈപ്പുകളും അടങ്ങിയ അജൈവ മാലിന്യ കൂമ്പാരം ഇരുട്ടിന്റെ മറവിൽ കത്തിച്ചത്. മലപ്പുറം വളാഞ്ചേരി കിഴക്കേക്കരയിലെ ജനവാസ മേഖലയിലാണ് ജനങ്ങളുടെ ജീവന വില പറഞ്ഞുകൊണ്ട് മാലിന്യക്കൂന കത്തിച്ചത്. വളാഞ്ചേരി നഗരസഭയുടെ 3 മാസം നീണ്ട അനാസ്ഥയും ഭരണപ്പാളിച്ചയും ചേർന്ന് സൃഷ്ടിച്ച ദുരന്തം. 3 മാസം മുൻപ് അനധികൃത മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് പരാതികൾ ഉയർന്നിരുന്നു. ഈ പരാതികൾ നഗരസഭയുടെ മേശപ്പുറത്തും ഫയലുകളിലും എത്തിയിരുന്നു. എന്നിട്ടും ജനങ്ങൾ വിശ്വസിച്ച് അധികാരത്തിലേറ്റിയവർ മാലിന്യ മാഫിയയ്ക്കൊപ്പം നിന്നു. നടപടികൾ പുരോഗമിക്കുന്നുവെന്ന ഉദ്യോഗസ്ഥരുടെ പതിവ് മറുപടിയാണ് ഇന്നാട്ടുകാർക്ക് കിട്ടിയത്. ആക്രി സാധനങ്ങൾ സൂക്ഷിക്കാനെന്ന പേരിലാണ് മാലിന്യം കൊണ്ടിട്ടവർ സ്ഥലം 10,000-ന് മേൽ വാടക നൽകി എടുത്തത്. എന്നാൽ കൊണ്ടിടുന്നത് മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ ദോഷം ചെയ്യുന്ന അജൈവ മാലിന്യങ്ങളാണെന്നറിഞ്ഞതോടെ നാട്ടുകാർ നഗരസഭയിലും പോലീസിലും പരാതി നൽകി. ഒരു നടപടിയും ഉണ്ടായില്ല. ഒടുവിൽ പരാതികളുടെ പ്രളയത്തിൽ ഗതികെട്ടപ്പോഴാണ് നിയമപാലകരും ഇടപെട്ടത്. മാലിന്യം മാറ്റാൻ സ്ഥലമുടമ ആവശ്യപ്പെട്ടതോടെ മാലിന്യ നിക്ഷേപകർക്ക് മറ്റു വഴിയില്ലാതായി. പിന്നെ ചെയ്തത് സ്ഥലത്തിട്ട് കത്തിക്കുക എന്നത് മാത്രം. നേരം പുലരും മുമ്പ് വിഷപ്പുകയിൽ ശ്വാസം മുട്ടി ചുമച്ച് വീടിന് പുറത്തേക്ക് വന്നവർ ചോദിക്കുന്നു, ഞങ്ങൾ മരിച്ചാൽ ആര് സമാധാനം പറയുമെന്ന്. ഇന്നലെ രാത്രി 3 മണിക്ക് ഇങ്ങനെ ഭയങ്കര പൊട്ടലും ഇതും കേട്ടിട്ട് വാതിൽ തുറന്നു നോക്കിയതാണ്. അപ്പോൾ ഒന്നാകെ കത്തിയിട്ട് ആകെ പുകയിതും ഭയങ്കര പൊട്ടല്, ചില്ലും കുപ്പിയും ഒക്കെ കൂടിയിട്ട് പൊട്ടല്. അപ്പോൾ നമുക്ക് എന്തായാലും പരാതി ഉണ്ട്. പുകയൊക്കെ നല്ല വീട്ടിലേക്ക് ഉണ്ടായിരുന്നു. അവൾ പേടിച്ചിട്ട് തന്നെയായിരുന്നു പിന്നെ കിടന്നിരുന്നത്. ഈ മാലിന്യ കൂമ്പാരത്തിന് തീപിടിക്കുമെന്ന് നഗരസഭയിലെ പലർക്കും അറിയാമായിരുന്നു. പക്ഷേ കൈമടക്കിന്റെ കനം വർദ്ധിച്ചപ്പോൾ കെടുകാര്യസ്ഥത കൂമ്പാരമായി നിന്ന് കത്തി. മാലിന്യത്തിനൊപ്പം കത്തിയത് ജനങ്ങൾ പ്രതിനിധികളിൽ അർപ്പിച്ച വിശ്വാസം കൂടിയാണ്. ഒരു ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷൻ 16-ലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. മഞ്ചറ ഭാഗത്ത് 2 മാസം മുമ്പേ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡബ് ചെയ്താണ് ഒരു കരീം എന്ന വ്യക്തിയുടെ പറമ്പിൽ. അന്ന് ഇതേമാതിരിക്ക് കൗൺസിലർ മുനിസിപ്പാലിറ്റിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റി നടപടി എടുത്തുകണ്, ഫൈൻ ഇട്ടുകണെന്ന് പറഞ്ഞു. ഞാൻ മിനിഞ്ഞാന്ന് ഈ ഡബ് ചെയ്ത പ്ലാസ്റ്റിക് കൊണ്ടാവാത്ത കാരണം വീണ്ടും അന്വേഷിച്ചപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെ അത് തീയിട്ടിട്ടുണ്ട്. ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സ്ഥിരം സംവിധാനം ഒരുക്കണം. നാടിനാപത്താകുന്ന ഇത്തരം മാഫിയകളുമായുള്ള ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. അപകടമാണെന്നറിഞ്ഞിട്ടും കണ്ണടച്ച ജനപ്രതിനിധികളും അവരുടെ രാഷ്ട്രീയ പാർട്ടികളും ഒന്ന് കരുതിയിരിക്കുക. ഈ വിഷപ്പുക ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇനിയും തെരഞ്ഞെടുപ്പ് വരും. മലയാളം ടെലിവിഷൻ, മലപ്പുറം. അല്ല, അവൾ എത്തിയില്ലേ? ഓൺ ദി വേ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? മരുഭൂ പോലെ നിറമേകും MX വെണ്ണിലാവായ നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.